ഓക്കെ. ഉം. അല്ല ഇതിന്റെ ഒരു ചെറിയൊരു പ്രസന്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ എന്താ സ്റ്റോറി എന്താന്നുള്ള എനിക്ക് അത് കാണിക്കാവോ? ഇത് ഓ എങ്ങനെ ഷുവർ 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 ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാണിക്കാ? ഉറപ്പായിട്ടല്ലേ? ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെയാണോ? ഓക്കെ. ഓക്കെ. ഇനാൻ കാർണേജ് ഡിഫറെന്റ്. അത് വേറെ വണ്ടി, ഇത് വേറെ വണ്ടി, മനസ്സിലായില്ലേ ബ്രോയ്ക്ക്? ഫയലാ നിക്കപ്പോ ഫയലാണോ? അതല്ല ഐ മീൻ എന്താ പറയുന്ന ഒരു PDF, ഒരു ചെറിയൊരു PDF. ഇവിടെ പുള്ളി ഒരു പ്രസന്റേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇതൊക്കെ ചെയ്യുന്ന നിക്ക് ബ്രോ ജസ്റ്റ് ഒന്ന് നിക്ക് ബ്രോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേരെ, എന്താ ചെയ്യുന്നത്? സോ ഗൈസ്, എൻ്റെ പേര് ജോബിൻ എന്നാണ്. ബട്ട് എനിക്ക് ഇതിനകത്ത് നിക്കോ എൻ്റെ ഗെയിമിംഗ് നെയിമാണ്. ആൻഡ് ഞാനൊരു പ്രൊഫഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഡിസൈനറാണ്. ഞാൻ സ്വിറ്റ്സർലാൻഡിലാണ് ബേസ്ഡ് ആയിരിക്കുന്നത്. ആൻഡ് ഓക്കെ, ഞാൻ കൂടുതൽ എനിക്ക് ഞാൻ അങ്ങനെ എന്താ പറയുക, സംസാരിക്കാനെ കൊണ്ട് കുറച്ച് ഇതാണ്. ബട്ട് പ്രസൻറ്റേഷനിലിട്ട് പോവാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് വാച്ച്. സോ ഇതാണ് പ്രസൻറ്റേഷൻ. ആൻഡ് ഓക്കെ. സോ ഞാനാണെങ്കിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ സ്കെച്ചസ്, നമ്മുടെ വണ്ടിയുടെ ഐഡിയാസൊക്കെ കിട്ടിയ സമയത്ത്, അതായത് അമ്പത്തൂർ പറഞ്ഞത് ഉണക്ക്, അതായത് ഒരു കിടിലൻ സംഭവം ചെയ്യണം. പിന്നെ അമ്പത്തൂർ ഇസ് ലൈക്ക് മൈ ബ്രദർ. സോ അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് സ്പെഷ്യലായിട്ടൊരു സംഭവം ചെയ്യണം. അതുകൊണ്ട് ഇതുവരെയും ഗെയിമിൽ ചെയ്ത വണ്ടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനൊന്നും ഈ ഒരു ലെവലിൽ ഇരുന്ന് നമ്മൾ തിങ്ക് ചെയ്തിട്ടില്ല. ഐ മീൻ അതായത് കുറച്ച് നമുക്ക് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡിസൈനിൽ വരുമ്പം. അപ്പം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കുറേ സ്കെച്ചസ് ഇങ്ങനെ വരയ്ക്കും, ഡൂഡിൽസും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഇന്നിരുന്ന് ഉണ്ടാക്കിയത്. അപ്പം അത് കാരണം കുറച്ച് സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ബേസിക്കലി ഒരു ഡൂഡിൽ നിന്നാണ് ബേസിക്കലി തുടങ്ങിയത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് അറിയാലോ, ഒരു ബൾക്കി ഫീലിംഗ് ഉള്ള ഒരു വണ്ടി. അപ്പം അതിനകത്ത് എന്തെന്ന് വെച്ചാൽ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഓപ്റ്റിക്കൽ സംഭവമാണെന്ന് വെച്ചാൽ, ഈ വണ്ടി ചെറുതായിരിക്കും. നമ്മൾ ചെറുതായിട്ട് തന്നെ ഒരു വണ്ടിയെ വലുതായിട്ട് എങ്ങനെ കാണിക്കാം എന്നുള്ളൊരു ടെക്നിക്കാണ്. അതായത് ഈ വണ്ടിയുടെ ഈ ഒരു ഇതുണ്ടോ, ഒരു റൂഫ് ലൈൻ, അതായത് ഇതിനെ റൂഫ് ലൈൻ എന്ന് പറയും. പിന്നെ അതിൻ്റെ അടിയിലുള്ള ബെൽറ്റ് ലൈൻ എന്ന് പറയും. അപ്പം ഈ റൂഫ് ലൈൻ ആണെങ്കിൽ ചെറുതാക്കിയിട്ട് ബെൽറ്റ് ലൈൻ ഒന്ന് ഹൈ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വെച്ചാൽ വണ്ടി വലിയ വണ്ടിയുടെ ഒരു ലുക്ക് കിട്ടും, ഒരു പെർസെപ്ഷൻ, ഒരു ബൾക്കി ആയിട്ടുള്ള ഫീൽ കിട്ടും. അപ്പം അതായിരുന്നു മെയിൻ ഐഡിയ. സോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വണ്ടി ഒരു കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ പഴയ വണ്ടിയുടെ സൈസ് അത്ര ഉള്ളെങ്കിലും ദിസ് വൺ ഈസ് ലൈക്ക് ഹ്യൂജ്. ഇറ്റ് ലുക്സ് ഹ്യൂജ്, ബട്ട് സൈസ് ചെറുതാണ്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക, ഒരു ഇല്യൂഷനാണ്. ആൻഡ് സെക്കൻഡ് എന്ന് വെച്ചാൽ, ഓക്കെ, ഗോഡ്സില്ല ആയിരുന്നു നമ്മുടെ തീം. സോ ഗോഡ്സില്ലയുടെ തീം ഉള്ള സമയത്ത് ഞാൻ ആണെങ്കിൽ ഓക്കെ, ഐ വാസ് ലുക്കിംഗ് അറ്റ് ഗോഡ്സില്ല. നമ്മൾ ഗോഡ്സില്ല എന്ന് പറഞ്ഞിട്ട് ഈ പല്ലും മറ്റേ കൊമ്പും ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല ഒരു പ്രൊഫഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു എസെൻസ് ഉണ്ട്, ആ ഒരു ക്രീച്ചറിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുവാണ്. അപ്പം എനിക്കാണെങ്കിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിയപ്പം ഇതിനൊരു ഉരുണ്ട തലയും ഒരു ഉരുണ്ട ഫേസും ഒക്കെ ഉള്ള ഉണക്കത്തെ ഒരു അങ്ങനത്തെ ഒരു സംഭവമല്ലേ ഗോഡ്സില്ല. അപ്പോൾ ആ ഒരു ഫീല് കാറിൽ ഒരു വണ്ടിയിൽ കൊണ്ടുവരാനെ കൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ ഇല്ലേ, എന്താ പറയുക, ആ ഒരു നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു റേഡിയസ് അതാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ബൾക്കി ഫീൽ കൊണ്ടുവരണം, ഒരു വൈറ്റ് ബോഡി കണക്ക്. ബട്ട് അത് വൈറ്റ് ബോഡി ആയിട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് എ വൈറ്റ് ബോഡി, ഒരു പ്രത്യേകതരമായിട്ട്. ഐ മീൻ എനിക്ക് മലയാളം കുറച്ച് പ്രശ്നമാണ്. സോ അപ്പം അങ്ങനെ ചെയ്തതാണിത്. അതേ ഉണക്ക് ഇതിൻ്റെ റൂഫായാലും എല്ലാം നമ്മളാണെങ്കിൽ ആ ഒരു ഫീൽ ചെയ്യണം. പിന്നെ അതായത് സിറ്റിയിൽ ഇറക്കുന്ന എല്ലാവരും നോർമലി വീൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് വണ്ടിയുടെ ആയിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഒരു ട്രൈ ഔട്ട് ചെയ്യാനെ കൊണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തൊരു സാധനമാണ് കസ്റ്റമായിട്ട് വീൽ ഉണ്ടാക്കാനെ കൊണ്ട്. അതായത് നമ്മൾ പ്രൊഫഷണലായിട്ടൊരു വണ്ടി, പ്രൊഫഷണൽ കാർ ഡിസൈനേഴ്സ് ഒരു വണ്ടി ചെയ്യുമ്പോൾ, കോൺസെപ്റ്റ് ചെയ്യുമ്പം അവർ എന്തായാലും അതിനൊരു
കോൺസെപ്റ്റ് വീൽ അവരെന്തായാലും ഡിസൈൻ ചെയ്യും. അതിനൊരു അവർ പ്രത്യേകമായിട്ട് അതിലോട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു പ്രത്യേകതരം വീല് കൊടുക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു, ആ വണ്ടിക്ക് മാച്ച് ആവുന്ന രീതിയിൽ. ഇതിനെ ഞാൻ ഒരു ഓഫ് റോഡ് ടയർ ഇടുവാണെങ്കിൽ ഞങ്ങൾ ഇട്ട് നോക്കി, ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് മാച്ച്. സോ അതുകൊണ്ട് ഈ വണ്ടിക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ടയർ ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് ലുക്ക് സോ കൂൾ ആക്ച്വലി. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതാണെങ്കിൽ നമ്മൾ ഇരുന്ന് ഡെവലപ്പ് ചെയ്തു, ആ സ്കെച്ച് ചെയ്യുന്ന നമ്മളിരുന്ന് വരച്ച്, നമ്മളാണെങ്കിൽ ആ ഒരു സ്കെച്ചിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ ആ കാണുന്ന എന്താ പറയുക, നമ്മുടെ മെക്ക അങ്ങനെ വന്നതാണ്. സോ ഇത് അവിടെ ഇവിടെയൊക്കെ ഡയറിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ച് കിട്ടുന്ന ഐഡിയാസൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് ഇപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ഇട്ട് നമ്മളാണെങ്കിൽ പിന്നെ 3D മോഡൽ ചെയ്യും. എനിക്ക് 3D മോഡൽ കാണിക്കാം ഇത് കഴിഞ്ഞിട്ട്. ആൻഡ് 3D മോഡൽ കാണുമെന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ഗെയിമിനകത്ത് കാണുന്നതിനേക്കാൾ അതിൻ്റെ അത്രയ്ക്കുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ 3D റെൻഡേഴ്സും ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക്. പിന്നെ ഇത് ആക്ച്വലി നമ്മുടെ മറ്റേ ഗോഡ്സില്ലയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. സോ ആദ്യം ഒരു ഫ്രണ്ട് എനിക്കൊരു ഐഡിയ എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു സോറി സ്കെച്ചസ് ഭയങ്കര മോശമാണ്, ഞാൻ റഫായിട്ട്. അപ്പം സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ഒരു ഐഡിയ ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ അമ്പത്തൂരിനെ ആദ്യം കാണിച്ചപ്പോൾ അമ്പത്തൂരിന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇരുന്നിങ്ങനെ വർക്ക് ചെയ്ത് എന്താ പറയുക, ഈ ഒരു ഷേപ്പ് കൊണ്ടുവന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തെന്ന് വെച്ചാൽ അതിനെ റിഫൈൻ ചെയ്താണ് ഈ കാണുന്ന സ്കെച്ച്. ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഫൈനലൈസ്ഡ്. ഇതിനകത്തൊരു പ്രീവിയസ്, അതായത് ഇതിൻ്റെ സ്റ്റേജ് 1, ഇതിന് 2 സ്റ്റേജായിട്ടാണ് ഞാൻ ചെയ്തത്. ഫസ്റ്റ് സ്റ്റേജ് 1 കാണുന്ന കുറച്ച് എലമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ആൾക്കാരുടെ, അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന C3-ലുള്ള പൊന്നനായാലും ശരി, ഇവരുടെയൊക്കെ പിള്ളേരുടെ ഒപ്പീനിയൻസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി അങ്ങനെ. സോ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ സ്റ്റോറി. ആൻഡ് ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ, ഈ ഒരു സ്ട്രക്ചറിൽ പണിഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഹാൻഡിലിംഗ് ആണ്. ഓക്കെ, സോ ഇത് ഹാൻഡിലിംഗ് ചെയ്ത ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്ക് അത്യാവശ്യം ഹി ഹാഡ് എ ഗുഡ് ടൈം ഡൂയിങ് ദ ഹാൻഡിലിംഗ്, ബിക്കോസ് ഇതിൻ്റെ വീൽ റേഡിയസ് ഉണ്ട്. വണ്ടിയുടെ വീൽ റേഡിയസ് ആണെങ്കിലും പ്രപ്പോർഷൻ ഒരു വണ്ടിക്ക് പ്രപ്പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ വണ്ടി ആണെങ്കിൽ മറിഞ്ഞ് തിരിഞ്ഞ്, അതായത് നിങ്ങളുടെ ആ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ബാഡ് ആവാതിരിക്കാനെ കൊണ്ട് ലൈക്ക് പ്രപ്പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ വണ്ടിയുടെ പ്രപ്പോർഷൻസ് എന്താ പറയുക, ഐ മീൻ ഇറ്റ്സ് ഗുഡ്. അതുകൊണ്ട് യു ഹാവ് സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടിക്ക്. സോ ഹാൻഡിലിങ്ങും ബെറ്ററാണ് ഈ ഒരു ഡിസൈനിൽ, ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ. സോ ഈ വണ്ടിയുടെ ഈ ഒരു ഡിസൈനിൻ്റെ ബെനിഫിറ്റ് അതാണ്. സോ റെൻഡേഴ്സിലോട്ട് പോവാം. നമ്മൾ അതിൻ്റെ ഒരു റെൻഡർ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ. ബ്ലെൻഡർ കീ ഷോട്ട് ക്വാളിറ്റി നമ്മളാണെങ്കിൽ എന്നിട്ട് ഇത് ഒരു ഐഡിയ, നമ്മുടെ ഇത് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ മറ്റേ ഇല്ല ഹാങ്കറിനകത്തോട്ട് പോകുമ്പം ഓപ്പൺ ചെയ്യുമ്പം ദിസ് ഈസ് ഹെവൻ, അങ്ങനെ ഒരു സംഭവമില്ല, എങ്ങനെ പറഞ്ഞില്ലേ, ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി എങ്ങനെ ചെയ്തതാണ്. അപ്പൊ എനിക്ക് എന്റെ എനിക്ക് ഒരു സാഡ് തിങ് എന്താണെന്ന് വെച്ചാല്, ഈ ഒരു ക്വാളിറ്റി ഗെയിമിൽ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ബട്ട് എനിക്ക് ഒരു വിഷയമുള്ളൂ. പക്ഷെ ഇതാണ് സംഭവം, നമ്മുടെ സാധനം. അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രോ, ഈ വണ്ടി പ്ലെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതില് വെറുതെ തക്കടുവാവോ അധോലോകം ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ തന്നെ ഇത് ഗ്രാൻഡാ. അതെ, നമ്മളന്ന് കാണിച്ചതല്ലേ ഫുൾ ബ്ലാക്കില്. സോ ദാറ്റ്സ് ദ തിങ്. ആൻഡ് അത്രേ ഉള്ളൂ എൻ്റെ പ്രസന്റേഷൻ. ഇതിൻ്റെ താങ്ക് യു. ഓക്കെ, സോ ഇതാണ് വണ്ടി. ഇതാണ് ഞാൻ ഉണ്ടല്ലോ പെട്ടെന്ന് ചെയ്തതാണ് ഗൈസ്, ഇത് ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തതാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇതിനകത്ത് കുറേ അവിടെ ഇവിടെ മിസ്റ്റേക്സ് ഉണ്ട്. ഒരു പാനിക്, അതായത് ചെറിയൊരു പാനിക് അറ്റാക്ക് ഒക്കെ അതുകൊണ്ടൊക്കെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് ചെയ്തതാണ്. ഏതാ എത്ര സമയം എടുത്തു പറയോ? ഓക്കെ, സോ അത് പൊന്നം പറഞ്ഞു. നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് 1 വീക്ക് കൊണ്ട് നമ്മൾ വണ്ടിയെല്ലാം ചെയ്ത് തീർത്തായിരുന്നു. ഒരാഴ്ച കൊണ്ട് വണ്ടി രണ്ടും ചെയ്തായിരുന്നു. പിന്നെ ഒരാഴ്ച പുള്ളി ഫുൾ ടൈം ആയിരുന്നു കേട്ടോ എന്റെ പറയാ.
ഇല്ല നിക്കോബ്രോയ്ക്ക് അധികം വർക്കില്ല. നിക്കോബ്രോയ്ക്ക് ഓൾമോസ്റ്റ് നിക്കോബ്രോ 2 3Dയും ചെയ്തു തന്നത് 2 days അത്ര അങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ. എന്റെ അതെ. അമ്മോ. അതെ, എനിക്ക് അല്ല ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഇത് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മളൊരു എന്താ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരാഴ്ചയിൽ ഒരു 10 3D മോഡലെങ്കിലും ഈ ഒരു ലെവലിൽ കൊടുക്കണം. സോ ഇവിടെ ചാറ്റില് അങ്ങനത്തെ കുറെ ഒരു പേര് നിക്കോബ്രോയുടെ ആ പ്രൊഫഷണൽ വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് എൻ്റെ കുറച്ച് വർക്ക്സും അതിൽ എൻ്റെ ബിഹാൻസിൻ്റെ ലിങ്കും ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. എന്താ പറയുക, ഈ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേർ ഈ കാർ ഡിസൈനും സംഭവങ്ങളും അവര് ഫയലൊക്കെ പിന്നെ ചോദിക്കും. ഫയലും പഠിക്കാം. ഫയലൊഴിച്ച് എന്ത് വേണേ കൊടുക്കാം. ഫയൽ ഒഴിച്ച് എന്തും എന്തും ഷെയർ ചെയ്യാനെ കൊണ്ട് റിയലി എക്സൈറ്റഡ്. ഇൻസ്റ്റ ഐ ഡി എന്താ സോ നിക്കോബ്രോയുടെ? എൻ്റെ ജോബിൻ ഡിസൈൻ IT എന്നാണ്. അതിൽ ന്യൂലാൻഡ്സ് എന്ന് വരും. ഒരു ഈ ഒരു പ്രൊഫൈൽ പിക്ക് ഉള്ള ഒരു സംഭവമാണ്. സ്ക്രീൻ കാണുന്നില്ല. എനിക്ക് ഇതിനകത്ത് ഇല്ല. എൻ്റെ പൊന്ന ഒന്ന് ഇത് ചെയ്യാൻ പറ്റുമോ? ഇൻസ്റ്റയോ? ഒന്ന് 3D കാണിച്ചില്ല, 3D കൂടെ ഒന്ന് കാണിക്കുമോ? ഓ 3D ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്ത് വെച്ചാൽ ഇതിനകത്ത് വേറെ കുറച്ച് എൻ്റെ പ്രൊഫഷണൽ NDA മനസ്സിലായി വർക്ക് ഉണ്ട്. അതുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓൾറൈറ്റ്, എവിടെ നിനക്ക് വേണ്ടി വണ്ടി ചെയ്തായിരുന്നില്ലേ? എനിക്ക് വേണ്ടിയിട്ട് നിക്കോബ്രോ ഒരു വണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ആ വണ്ടി ഞാൻ അടുത്ത ദിവസം ഉറപ്പായിട്ട് സിറ്റിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ആ ഫയൽ പൊന്നെ ഒന്ന് മേടിച്ചേക്കാം. അതെ സത്യ. ഓക്കെ. ഞാൻ നമ്മളെ ഈ 1 വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഇപ്പം 6x6 തന്നെ നമ്മളൊരു 4-5 മോഡൽ നമ്മൾ 6x6 ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ 6x6 ഫസ്റ്റ് ഒരെണ്ണം ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ 4x4 ഇരുന്നത്. 4x4 ചെയ്ത് കഴിഞ്ഞപ്പം 6x6 കുറച്ച് ലുക്ക് കുറഞ്ഞ പോലെ തോന്നിയിട്ട് പിന്നെ നമ്മൾ വർക്ക് ചെയ്ത്. അതെ കുറെ ഭയങ്കര സ്റ്റോറി ഉണ്ട് ഇത് പണിയുന്ന സമയത്ത് ഇതിനകത്ത്. അതെ തന്നെ ആദ്യം നമ്മൾ 6x6 പണിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് സെറ്റപ്പായിട്ട് പണിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 4x4-നകത്താണെങ്കിൽ കുറച്ച് അതിൻ്റെ റിയർ അതായത് നേരത്തെ നമ്മുടെ അപ്പാപ്പൻ പറഞ്ഞ കണക്ക് ഒരു വണ്ടിക്ക് നിങ്ങൾ കളിക്കുന്ന സമയത്ത് റിയർ വ്യൂ ആണ് എപ്പോഴും നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആ റിയർ വ്യൂ അടിപൊളിയാക്കണമെന്നുള്ള ഒരേ ഒരു മോട്ടീവ് ഉള്ളായിരുന്നു. സോ അതുകൊണ്ട് ഓക്കെ, ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അത് മാത്രല്ല ബ്രോ, ഞങ്ങള് വർഷങ്ങളായിട്ട് ലൈക്ക് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യണത് ലുക്സ് എപ്പോഴും എക്സ്ട്രീം ആയിരിക്കണം, അടിപൊളി ആയിരിക്കണം എന്നാണ്. പക്ഷെ നമ്മൾ ഒരു കിടിലൻ ഗ്യാങ് ഇൻ ദ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ലുക്കിലേക്ക് വേണ്ടുന്നത് വർക്കാ. അപ്പോ നമുക്ക് നമ്മുടെ പിള്ളേര് കുറച്ച് അധികം അടി ഉണ്ടാക്കുന്ന പിള്ളേരാ. അപ്പൊ ഇവന്മാർക്ക് ലുക്കും ഷോ ഓഫും കാണിക്കാൻ ഇഷ്ടം പോലെ കസ്റ്റം വണ്ടി ഉണ്ട് സിറ്റിയിൽ. അപ്പൊ നമുക്ക് അത് കൊണ്ടുവരുവേണേലും ചെയ്യാം. പക്ഷെ ഇവർക്ക് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്നുള്ളൊരു ഐഡിയയിലേക്കാണ് നമ്മൾ ലാസ്റ്റിൽ എത്തിയിട്ട് സാധാരണ നമ്മൾ ഈ വണ്ടി പണിയുന്ന സമയത്ത് ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കറക്ഷൻസ് പറയാറുണ്ട്. പക്ഷെ ഇതില് ഞങ്ങള് അങ്ങനെ ഒരു കറക്ഷൻ എന്റെ പൊന്നോ. ഓക്കെ, ഇതാണ് 3D ഒക്കെ. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ മെഷ് നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ചെയ്തൊരു മെഷാണ്. ആൻഡ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സീബ്ര എന്ന് പറയും. അപ്പം ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുക. ഈ സീബ്ര എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു ലൈൻസ് പോകുന്ന ഒരു ഇതാണ്. ആ ലൈൻസ് അത്യാവശ്യം നീറ്റായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ സർഫേസ് അടിപൊളിയാണെന്നാണ് അർത്ഥം. അപ്പം സോ ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഫെൻഡേഴ്സ് ആയാലും പിന്നെ അതിൻ്റെ എന്താ പറയുക എല്ലാ പാർട്ടും ഇത് ഞാനൊന്ന് റെൻഡർ വ്യൂവിൽ കാണിക്കാം. എൻ്റെ റെൻഡർ വ്യൂ GPU. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതൊക്കെ ഏത് GPU ഓടണേ ഇപ്പൊ? ഇത് ഞാൻ ഈ ഗെയിം ഒന്ന് എൻ്റെ ഞാൻ ഈ ഗെയിം സിറ്റി ഒന്ന് ഞാൻ ഓഫ് ചെയ്തോട്ടെ. എനിക്ക് ഇത് റെൻഡർ വ്യൂ കാണിക്കാനേ ഞാൻ ഇതെങ്ങനെ ഓഫ് ചെയ്യുന്നത്. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, സോ സോ ഇതാണ് സംഭവം. ആൻഡ് ഇതിനെ നമ്മൾ ഒന്ന് കാണിക്കാം. ഇതാണ് എല്ലാവരും ഇതിൻ്റെ ഹലോ അല്ല ഇവിടെ അവിടെയാണോ? ഓക്കെ, അപ്പം ഇതിൻ്റെ
ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ വീല് നമുക്ക് തുടങ്ങാം. അതിൻ്റെ വീല് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഒരു അതായത് ടയറും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ. അതായത് ടയറും റിം അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ പാർട്ടും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ളൊരു സംഭവം. അപ്പം ഇത് ഒരു സൈഫൈ മൂവിയിൽ നിന്ന് സംതിങ് ഫ്രം എ സൈഫൈ മൂവി അങ്ങനത്തെ ഒരു ഐഡിയ ആയിരുന്നു അതിൻ്റെ വീൽ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പം വീൽ ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബോഡി കുറച്ച് റഗ്ഗഡായിട്ട് ഇരിക്കാനൊക്കെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഈ ഡാcia എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ഈ ബ്രാൻഡിൻ്റെ ഇപ്പം പുതിയ കുറച്ച് മോഡൽസ് അവരുടെ ഒരു ഡക്കാർ കോൺസെപ്റ്റ് സംതിങ് അവർ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇത് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷനൊക്കെ ഇല്ലേ, ഇതൊക്കെ അതിനകത്ത് വന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ നോക്കിയാൽ യു കെൻ സി ഇതിനകത്തൊരു ഇതുണ്ട് വൈറ്റ് ബോഡി. ആ വൈറ്റ് ബോഡി ആണെങ്കിൽ അതിൻ്റെ സെൻട്രലായിട്ട് ലൈറ്റ്സും കാര്യങ്ങളും, പിന്നെ ഗ്രില്ല് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ആ ഒരു ഗോഡ്സിലയുടെ ഇത് കൊണ്ടുവരാനെ കൊണ്ട് കുറേ നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് ഹൈഡ് ചെയ്യട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതില്ലാതെ ഒരു ബാറില്ലാതെ കാണാനെ കൊണ്ട് സംതിങ് ലൈക്ക് ദിസ് ആൻഡ് പിന്നെ ഇതിൻ്റെ ആ ഒരു റിയർ പാർട്ട്, ഇതിനകത്ത് റിയർ എൻജിൻ പോണക്കത്തെ ഒരു ഐഡിയ ആണ് വിചാരിച്ചത്. ഈ ഏലിയൻ സ്പേസ് ഷിപ്പിൻ്റെ ഈ എന്താ പറയുക ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു സാധനം ഉണ്ടാക്കാനെ കൊണ്ട്. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഞാൻ തന്നെ എല്ലാം സ്ക്രാച്ച് ആയല്ലോ. അപ്പം നമ്മൾ വേറൊരു എൻജിൻ ഇത് എടുത്ത് വെളിയിൽ നിന്ന് എടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. ആൻഡ് അതിൻ്റെ ഔട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വന്ന് ഒരു എഞ്ചിൻ ഇരിക്കണ ആ ഒരു എഞ്ചിൻ ക്യാബിനറ്റ് ഒരു രക്ഷയില്ല എന്റെ പൊന്നോ. അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അധികം നമ്മളാണെങ്കിൽ കുറേ സാധനങ്ങൾ വെച്ച് കുളമാക്കാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു എക്സോസ്കെലിറ്റൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം ആ ഒരു വൈബാണ് എനിക്ക് ഇവിടെ കൊടുക്കാനെ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ മനസ്സിലുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയപ്പം ആ ഒരു സംഭവം കൊള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഭയങ്കര നീറ്റ് അറേഞ്ച്മെന്റാ ശരിക്കും വെളിയിൽ കാണുമ്പോ. അത് അതെ, ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ഇതൊരു ആർമേഡ് വെഹിക്കിൾ പോണക്കല്ലേ. അപ്പോൾ എഞ്ചിനൊരു പ്രൊട്ടക്ഷൻ്റെ പോണക്ക് ഒരു എക്സോസ്കെലിറ്റൻ അതിൻ്റെ പുറത്തിരിക്കുന്ന പോണക്കത്തെ ഒരു ഐഡിയ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് വൃത്തികേടാവാത്ത രീതിയിൽ ചെയ്തൊരു സാധനം. എന്റെ ഇവിടെ ഒരാൾ ചോദിക്കുന്നു, ബ്രോ ഫ്യൂഷൻ ആണോ സോളിഡ് വർക്ക്സ് ആണോ എന്ന് ചോദിക്കുമോ? അതെന്ന് പറഞ്ഞാ ഇത് ആക്ച്വലി ഫ്യൂഷൻ ആണോ സോളിഡ് വർക്ക്സ് എന്ന് വെച്ചാൽ അത് രണ്ടും എന്താ പറയുക, ഇത് ഈ CAD എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, സോ അത് എഞ്ചിനീയേഴ്സ് അതിൽ ചെയ്യുന്നതാണ്. ഞാനൊരു ഡിസൈനറാണ്. സോ ഡിസൈനർ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും. സോ ക്രിയേറ്റീവ് ആവുമ്പം നമുക്കാണെങ്കിൽ ഈ സോളിഡ് വർക്ക്സും ഏലിയാസും CAD ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും. അത് ഭയങ്കര ഈ മാത്തമാറ്റിക്കൽ സംഭവമാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് മടക്കി ഒരു ബോട്ട് ഉണ്ടാക്കി ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കുന്ന കണക്കത്തെ ഒരു സെറ്റപ്പാണ് ബ്ലെൻഡർ. സോ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ വണ്ടി. ഒരു പേപ്പർ എടുത്ത് നമ്മളൊരു മഴയൊക്കെ പെയ്യുമ്പം ബോട്ട് ഉണ്ടാക്കത്തില്ലേ, അത് കണക്ക് മടക്കി തിരിച്ച്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് പ്രോസസ്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് ആദ്യം ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് പൊന്നൻ്റെ ഓരോ ഐഡിയാസ് ഇടയിൽ കൊണ്ടുവന്ന് പൊന്നൻ അത് അങ്ങനെ ഞങ്ങൾ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്ന് ഇങ്ങനെ. സോ അതിൻ്റെ ഡീറ്റെയിലിംഗ് വേറെ ഇതിന് മുമ്പേ വേറൊരു ടെയിൽ ലൈറ്റ് ആയിരുന്നു. അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടാണ്. പിന്നെ പൊന്നൻ ഇത് പറഞ്ഞത് ഇതാണ് പൊന്നൻ ഇങ്ങനത്തെ സംഭവമാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ മാറ്റി. സോ ഇത് ഇനി അടുത്ത വണ്ടി ഞാനൊന്ന് എടുക്കാം. അതിൻ്റെ ഫയല് ജസ്റ്റ് ഒന്ന് ഞാൻ ആക്ച്വലി ഒരു 3D പ്രിന്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോ എനിക്ക് ഈ ഫയൽ എന്താ പറഞ്ഞ 3D ഫയല്, അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ഈ വണ്ടി പ്രിന്റ് ചെയ്യാൻ പോണ. എനിക്ക് ഒരു കോപ്പി തരാം. എക്സ്ക്ലൂസീവ് മെർച്ചായിട്ട് ഞാൻ വിൽക്കാൻ പോണത്. അത് നല്ലൊരു ചോദിക്കല്ലേ. ഇല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. പിന്നെ V3 TVS ഓക്കെ അതിൻ്റെ ഓക്കെ. നമ്മുടെ ഹാൻഡ്ലിംഗ് ഒക്കെ അവരെ ഓടിച്ചു നോക്കിയെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിറ്റൊക്കെ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ. ഓക്കെ സെറ്റ്. എടാ ഓടിച്ചു നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറ ബ്രോ. ഇത് എനിക്ക് 3D പ്രിന്റ് ചെയ്യുമ്പോ ബൈ പാർട്സ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? അത് ഓക്കെ, 3D പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതിനാണെങ്കിൽ 3D പ്രിന്റ് ചെയ്യാനെ കൊണ്ട് ഒന്നുമില്ല. ഇതിനകത്തൊരു സോളിഡിഫൈ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ആഡ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പാർട്സിന് തിക്നെസ് വരും.
ആൻഡ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐ മീൻ എൻ്റെ IRL വർക്ക്സിൽ ഞങ്ങളിങ്ങനെ പ്രോട്ടോടൈപ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആഹാ. അപ്പം അതിന് എന്തോ ഒരു ചെറിയ ഓക്കെ ഇതാണ്. അപ്പോൾ അതിന് ചെയ്യാറുണ്ട്. ആ ഒരു സെയിം മെത്തേഡാണ്. സോ യു ക്യാൻ പ്രിന്റ് ഇറ്റ്. ആ. അപ്പോൾ ഇതാണ് അതിൻ്റെ വണ്ടിയുടെ സ്ക്രീൻ എന്താ പറയുന്ന കാണുന്നില്ല ഒരു എനിക്ക്. സ്ക്രീൻ ഷെയർ ചെയ്യണോ? ഞാൻ ഷെയർ ചെയ്യണല്ലോ. അമ്പു എനിക്ക് കാണുന്നില്ല. ಯಾರ್ಗೂ ಕಾಣಲ್ಲ, അയ്യോ, ಯಾರ್ಗೂ ಕಾಣಲ್ಲ. കാണുന്നില്ല കാണുന്നില്ല. ഒന്നുകൂടെ share ചെയ്യണോ? റീഷ റീഷെയർ ചെയ്യണേ. കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ സ്ക്രീൻ? യെസ്. ഓക്കെ ആ, ഓക്കെ. ഓക്കെ ഇതിൻ്റെ ഒരു 3D മെഷ് എന്ന് പറയുമ്പം ഇതാണ്, ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പം ഇതിൻ്റെ വീൽസും കസ്റ്റമായിട്ട്, എല്ലാവരുടെയും വീൽസ് കസ്റ്റമായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാം. അമ്പത്തൂരാണോ വന്നേ ഇപ്പൊ? അമ്പോ ഓ, അമ്പത്തൂരെ. എന്റെ അമ്മ, ഈ വണ്ടി ലിവർ ഇല്ലാണ്ട് എന്ത് രസവും നോക്ക് കാണാൻ. നമ്മുടെ സിറ്റിയിൽ അങ്ങനെ ഒരു കളർ ലിമിറ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കായിരുന്നു ഈ വണ്ടി. ഈ വണ്ടിയുടെ ഐഡിയ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൊന്നെന്ന് വെച്ചാൽ എനിക്കൊരു എഞ്ചിൻ എക്സ്പോസ് ആയിട്ടൊരു വണ്ടിയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പം എഞ്ചിൻ എക്സ്പോസ് ആവുകയും ചെയ്യണം, അതേ കണക്ക് ഈ എഞ്ചിൻ എനിക്ക് ഈ കുറേ കാർ കൾച്ചേഴ്സ് ഉണ്ട്, ഈ എഞ്ചിൻ എക്സ്പോസ് ചെയ്തതും പിന്നെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ ഉള്ളത്. എനിക്കത് വലിയ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ്. ബട്ട് എനിക്ക് ഈ വണ്ടിയിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു വരുമ്പം വൃത്തിയേടാവാൻ പാടില്ല. ബട്ട് അതൊരു എന്താ പറയുക, അവിടെ ഒരു കവറുള്ള പോണക്കും തോന്നണം. ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഹാർട്ടോ എന്താ പറയുക, ഒരു ഹാർട്ട് ഫീലിംഗ് നമുക്ക് കിട്ടാനെ കൊണ്ടില്ല. എന്താ പറയുക, നമ്മൾ ടോണി സ്റ്റാക്കിൻ്റെ സെൻറ്ററിലുള്ള ഒരു സാധനമില്ലേ, എനിക്ക് ടേംസ് എന്ന് പറഞ്ഞുകൂടാ. സോ ആ ഒരു വൈബ് കിട്ടാനെ കൊണ്ടാണ് എന്താ പറയുക ഒരു സാധനം ചെയ്തത്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനകത്തുള്ള ഒരു എന്താ പറയുക, ഈ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് എലമെൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തൊരു എഞ്ചിനാണ്. സോ എന്നിട്ട് ഇതിൻ്റെ റിയർ എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഇത് എല്ലാം സ്ക്രാച്ചിൽ നിന്ന് പണിയുമ്പം ഇതിനൊരു അഗ്രസീവ് ഫീൽ കൊടുക്കാനെ കൊണ്ട് നമ്മൾ ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കോപ്പിയല്ല, ഇൻസ്പിറേഷൻ സോ ഇതെന്ന് പറയുമ്പം ഈ ലാംബോർഗിനിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിന്റെ ഒരു റിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിന്റെ റിയർ. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ് ആ എക്സോസ്റ്റ് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ. പിന്നെ എന്ന് പറയുമ്പം അതിൻ്റെ റിയറിൽ എന്ന് പറയുമ്പം ഇങ്ങനത്തെ കുറച്ച് എലമെൻസും കാര്യങ്ങളും കൊടുത്തു വെച്ചാൽ ഗ്യാങ് വണ്ടി എനിക്കാണെങ്കിൽ അത്യാവശ്യം ഒരു 10 ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൽ വൺ ഓഫ് ദ ഡിസൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം ലെസ് ഇസ് മോർ. അതാണ്, അതായത് ഓവർ ഡിസൈൻ ആവാൻ പാടില്ല ഒന്നും. ബട്ട് നിങ്ങളുടെ സിറ്റിയിലുള്ള എല്ലാവരുടെയും ഒരു പ്രിഫറൻസ് എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു ലൈക്ക് കുറേ സാധനങ്ങളും അങ്ങനെ ഒരു ട്രെൻഡല്ലേ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ മാക്സിമം അത് ഓവറാക്കാതെ ഒരു റീസണബിൾ ആയിട്ടുള്ള എലമെൻസും കാര്യങ്ങളും വെച്ച് എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഓക്കെ ഒരു നല്ലൊരു ഡിസൈൻ ചെയ്യണമെന്നായിരുന്നു മോട്ടീവ്. സോ ഇതാണ് അതിൻ്റെ ഔട്ട്കം. സോ ഇതിൻ്റെ ഓക്കെ ഇന്റീരിയർ ഓക്കെ വൺ മോർ തിങ്. എനിക്ക് അങ്ങനെ സിറ്റിയിൽ ഫസ്റ്റായിട്ട്, അതായത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പുതിയതാണ് ഈ ഒരു കൾച്ചറിലേക്ക്, ഞാൻ പുതിയതാണ്. അതുകൊണ്ട് സിറ്റിയിൽ എനിക്ക് അറിഞ്ഞൂടാ ഒരു വണ്ടിയിൽ കസ്റ്റം, അതായത് ഫ്രം സ്ക്രാച്ച്, ബോഡി പാനൽസ്, എവറിത്തിങ് സ്ക്രാച്ച്, വീൽസ് സ്ക്രാച്ച്, ഇന്റീരിയർ, ഡാഷ്ബോർഡ് ആൻഡ് സ്റ്റിയറിംഗ് വീൽ എല്ലാം സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം എനിക്ക് അറിയാവുന്നിടത്തോളം ആൾക്കാർ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. പിന്നെ നമുക്കാണെങ്കിൽ പോളിഗൺ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തു. ഇതിനകത്ത് റെൻഡറാണെങ്കിൽ ഞാൻ അതിനകത്ത് കളർ കൊടുത്തിട്ടില്ല. ബട്ട് ഐ ക്യാൻ ഷോ യു അനദർ ലൈക്ക് സെപ്പറേറ്റഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇൻറ്റീരിയർ ഒന്ന് ഞാൻ കാണിക്കാം ഇതിനെ ചെയ്ത്. നമുക്ക് ആ ഓഫ് റോഡ് 4x4 മാത്രം നമുക്ക് ഇന്റീരിയർ ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വണ്ടിക്ക് ബോഡിയിൽ കുറച്ച് പണി ഉള്ളത് കൊണ്ട് അകത്തോട്ട് വരുമ്പോ സൈസ് പുള്ളി ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുമോ?
ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ 4070 സൂപ്പർ. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അങ്ങനെ പി സി ആയിട്ട് വലിയ നോളജ് ഒന്നും ഇല്ല. എൻ്റെ റെൻഡറും കാര്യങ്ങളൊക്കെ നടന്നു പോകാനെക്കൊണ്ടൊരു പി സി അത്രേ ഉള്ളു. അതുകൊണ്ട് ഈഗിൾ ബ്രോ എന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കണ, ക്യൂരിയോസിറ്റി വല്ലതും ആണോ നേടാ? ഞാനിത് കണ്ട് കിളി പോയിരിക്കണ. ഒരു മനുഷ്യനെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണേ? എന്റെ അമ്മോ, രണ്ടാമത്തെ ദിവസമല്ലേ കേട്ട് കിളി പോകുന്നത്. അതെ സത്യം. അതെ എൻ്റെ പേപ്പർ കാണിച്ചിട്ടെന്നാണ് എന്റെ കിളി പോയത്. അന്ന് 3D ഒന്നും കണ്ടില്ലല്ലോ ഞാൻ. എനിക്ക് ഞാനൊരു ഭയങ്കര മെസ്ഡപ്പ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഈ എന്താ പറയാനാ ഈ ഫയൽസ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക. ബട്ട് എനിക്ക് ഇപ്പോൾ ഞാനാണെങ്കിൽ വീല് ഡിസൈൻ കാണിച്ചു തരാം, നമ്മുടെ ഓഫ് റോഡ് വണ്ടിയുടെ വീല്. സോ ഇതൊരു നമ്മൾ ട്രൈ ചെയ്തൊരു വീലാണ്. ഒരു ലോഡായിട്ടില്ല. ലോഡായിട്ടില്ല. ഓക്കെ, നേരത്തെ ബ്ലാക്ക് ആയി സ്ക്രീൻ. റീഷെയർ ചെയ്യണം. റീഷെയർ ചെയ്യേണ്ടി ഓക്കെ ആയിരുന്നു. ഞാൻ ഈ ലൈവ് കഴിയുന്ന 1590 കൊടുക്കുക കേട്ടോ. ഞാൻ ഏതെങ്കിലും എടുത്ത് സ്ട്രീം ചെയ്യാനാണ് നല്ലത്. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ഇത് നമ്മൾ മറ്റേ നമ്മുടെ ലാസ്റ്റ് നിങ്ങൾ കാണിച്ച വണ്ടിയിൽ അതിനു വേണ്ടി ചെയ്തതാണ്. ഇതാണ് അതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ. ഇതൊരു അത്യാവശ്യം ഒരു ഫ്യൂച്ചറിസ്റ്റിക്, എവറിത്തിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. സോ ഇനി നിക്കോബർ 2 വണ്ടി കൂടി ചെയ്യുന്നുണ്ട്. ഇല്ലില്ല, നിക്കോറ ഇതോടെ വണ്ടി നിർത്തി. ഇനി വേറെ ആർക്കും ഒരു വണ്ടി ഓക്കെ, അപ്പം മാസങ്ങളായി ഇത് കോൺട്രാക്ട് തുടങ്ങിയിട്ട്. 3 വണ്ടിയുടെ ഇതാണ് ആ വണ്ടിയുടെ ടയർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തത്. സോ കാണാൻ പറ്റുന്നുണ്ടല്ലേ? സോ ഇതാണ്, ഇത് ജസ്റ്റ് കാണിക്കാനെ കൊണ്ട്. പിന്നെ ദാറ്റ്സ് എ തിങ്. പിന്നെ ഫാൻറ്റത്തിന് വീസി വരാൻ പറ്റത്തില്ല. വീട്ടിൽ കുറച്ച് എനിക്കൊന്ന് ബാക്ക് സ്റ്റാബ് ഉണ്ടെന്ന് തോന്നുന്നു. അവന് വരാൻ പറ്റത്തില്ല. ഓ ചെയ്യാം ബ്രോ. അപ്പൊ നിക്കോ ബ്രോ, once again thank you so much for this masterpiece. അതായത് ഞങ്ങളിത് കാണിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നിക്കോ ബ്രോ, എല്ലാരും നോർമലി വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ ഒരു ഗെയിമിനകത്തൊരു കാർ ബിൽഡ് ചെയ്യുന്നത് മറ്റേ ഈ കസ്റ്റം ഈ വണ്ടികളൊക്കെ ചുമ്മാ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സ്പോയിലർ വെക്കുക, അതേപോലത്തെ പരിപാടിയാണെന്നാണ് ഇവരെല്ലാം വിചാരിച്ചിരിക്കണേ. ഇപ്പൊ അല്ല, എല്ലാരും അല്ല, വളരെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ ഇത് എങ്ങനെയാണ് ഇതിന്റെ സംഭവം എന്ന്. സോ ഒരു ഫ്രം ദ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു വണ്ടി ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ ലൈക്ക് നാളെ ഈ വണ്ടി കാണുന്ന ഓഡിയൻസ് ഓരോരുത്തർക്കും ഈ ബ്രോഡ് എഫേർട്ട് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. ആ ഒരു ഇത്ര കഷ്ടപ്പാട് ഇതിലുണ്ടായിരുന്നു എന്ന് ഒരു ജസ്റ്റ് ഒരു ഇൻ ഗെയിമിലെ വണ്ടിയാണെങ്കിൽ പോലും അത് കാണുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാ ശരിക്കും പറഞ്ഞ നിങ്ങളുടെ അടുത്ത് ഞാൻ അന്ന് തൊട്ടേ പറയണം, ഇത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെഷൻ കൂടി നമുക്ക് വെക്കണം എന്നുള്ളത്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മാസ്റ്റർ പീസ്. പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഞങ്ങള് സോറി, ഇത് അത്യാവശ്യം കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്ത വണ്ടി ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ വണ്ടി എന്തെങ്കിലും മാറ്റാനെ കൊണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു സംഭവം കൂടെ ഞാൻ പറയുവാണ്. ലൈക്ക് ഇഫ് യു എല്ലാവർക്കും, നിങ്ങളുടെ വ്യൂവേഴ്സിനും നിങ്ങളെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു ഡിസൈൻ അപ്രോച്ചും ഈ ഒരു പുതിയ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ന്യൂ ഇറ ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഔട്ട്ഡേറ്റഡ് ആയി പിന്നെ സംതിങ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എത്ര വർഷം എന്ന് അറിഞ്ഞൂടാ. ബട്ട് ഐ ഹോപ്പ് ഇത് ഔട്ട്ഡേറ്റഡ് ആവാതെ ഇങ്ങനെ ഇരിക്കും എന്നാണ്. അടുത്ത വർഷത്തിലേക്ക് എനിക്ക് ടി വി കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് വരും അടുത്ത വണ്ടിക്ക് വേണ്ടി. ഓക്കെ, എന്താടാ കേക്കുന്നില്ല, നിന്റെ സൗണ്ട് വിട്ടിട്ട് പോണ്. ഒരു വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുക കേട്ടിട്ട് എനിക്ക് സത്യം എടാ. അപ്പൊ അപ്പുക്കുട്ടനോട് നിങ്ങളൊക്കെ പറഞ്ഞതിന് അപ്പുക്കുട്ടൻ നിങ്ങൾക്ക് തിരിച്ച് അടിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. വിഷയം അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പൊന്നനും അതുപോലെ Z3 എല്ലാവർക്കും വലിയൊരു ഷൗട്ട് ഔട്ട്. എന്തിയടാ അവൻ എന്ത് ചെയ്യും? അമ്പത്തൂര് താങ്ക്സ് ഫോർ ദ എഫർട്ട് ബ്രോ.
അമ്പത്തൂരെ മോനെ താങ്ക് യു സോ മച്ച് മീൻസ് ലോട്ട് അമ്പത്തൂരെ. സംഭവം അണ്ണനറിയാം ഇതിന്റെ തുടക്കം എന്താന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പണി അറിയാത്തില്ല അല്ലെങ്കിൽ അവരെ കൊണ്ടേ പറ്റൂ എന്നുള്ള തോന്നല് വിടണം. ഈ കമ്മ്യൂണിറ്റിയിലല്ല, ഇവിടെ പണി അറിയാവുന്ന കുറെ പിള്ളേർ പുതിയ ഉണ്ട്. ഞാനിത് പ്രൗഡായിട്ട് പറയും. ഞാൻ ഈ ഇതിന്റെ സ്ക്രാച്ച് ടു എൻഡ് വരെ ചെയ്തേക്കുന്ന ഞാൻ ഒരു പുതിയ ടീമിനെയാണ്. ഞാൻ ഒരു വിശ്വസിച്ചാണ് ഇത് ചെയ്തത്. അതിനെ ധൈര്യത്തോടെ പറയുക. അത് ഭയങ്കര പ്രൗഡാണ് എനിക്ക്. ഇതിലെ ഒരു ബൈനാപ്പായാലും വണ്ടിയാണെങ്കിലും ഇതിന് ലിവറി പോലും ചെയ്തേക്കുന്ന ഒരു ഫോണിലൊരു പയ്യനാണ്. ഞാൻ അവരെല്ലാരും വിശ്വസിച്ച് ഇതിൽ നിർത്തി. ഇപ്പൊ നിക്കോബ്രോ ആണെങ്കിലും എല്ലാരും എന്റെ കൂടെ ആദ്യം തൊട്ട അവസരം വരെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു സീ. ഭയങ്കര ഹാപ്പി ശരിക്കും. അതെ, എനിക്കൊരു കാര്യം കൊണ്ട് അമ്പത്തൂർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് പണിയത്തില്ലായിരുന്നു. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ അമ്പത്തൂര് ഇല്ലായിരുന്നു വെച്ചാൽ അമ്പത്തൂർ എന്നെ പുഷ് ചെയ്യുമായിരുന്നു. ഇത് എന്തായാലും നല്ല രീതിയിൽ വേണം. അതായത് അമ്പത്തൂരാണ് ഓക്കെ, കൂടുതൽ പറയുന്നില്ല. താങ്ക് യുടാ അമ്പത്തൂരെ, താങ്ക് യു സോ മച്ച് നിക്കോബ്രോ. അതുപോലെ പൊന്നൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന്റെ ഹാൻഡ്ലിങ് ആരാടാ ചെയ്ത്? അത് പക്ഷെ ആള് ഗോഡാണ് ഈകളെ. ആണല്ലേ? അതെ ആളുകളെ കോഡാണ്. അതെ അതെ അതെ. റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ ഹാൻഡ്ലിങ് ചെയ്തത്. പുള്ളിക്കും നന്ദി നന്ദി നന്ദി. അത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ആക്ച്വലി. അത് അതൊരു പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയാം അത്. പിന്നെ അത് പക്ഷെ നമ്മൾ പേര് റിവീൽ ചെയ്യുന്നില്ല. സോ ചെയ്യുന്ന ജോലിയിൽ ഗോഡാണ് ആള്. വണ്ടിയുടെ ചലനം കാണുമ്പോൾ ചിലവർ പറയും പേര്. അപ്പൊ അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എവരി വൺ. ഇത് ഞങ്ങളുടെ ഒരു 2026 ഒരു ബിഗിനിങ് ഇത്രയും അടിപൊളിയാക്കി തന്നതിന് ഒരുപാട് 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 താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ ഒരുമിച്ച് വർക്ക്സുകളൊക്കെ ചെയ്യാം. പൊന്ന എനിക്ക് എന്റെ മറ്റേ വണ്ടിയും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരണേ. ഓക്കെ 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 സെറ്റ്. അപ്പൊ ബൈ ബ്രോ, ബൈ 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 ഗൈസ്. ഞാൻ ഒന്ന് സെറ്റ് ചെയ്യാത്തോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ ബൈ. സോ ഗൈസ്, ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇതാണ് പ്രൊഫഷണൽ വർക്കും ഈ പറയണ ഈ കട്ടുകൊണ്ട് പോകുന്നവരുടെ യൂസ്ലെസ് എഫേർട്സും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായ? ലൈക്ക് പുള്ളിയുടെ ആ ഒരു സ്കെച്ച് തൊട്ട് നിങ്ങൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ആൻഡ് പുള്ളി അതും കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അതായത് വേറെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം കേസ്. ഈ വർക്കിന് പുള്ളി എത്ര രൂപയാണ് നമ്മളെ മേടിച്ചതെന്നറിയോ? 0.00. അപ്പോൾ അതും കൂടി എനിക്കിവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടി വരും. ഞാൻ ടിവിയുടെ ബാക്കി എല്ലാ വണ്ടിയും പൈസ കൊടുത്ത് പണത്തെ വണ്ടിയാണ്. ഞാൻ വണ്ടിയുടെ ഇത് കാരണം ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം, ടി വിക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ടായിരിക്കും പുള്ളി 0 പൈസക്ക് ചെയ്ത് തന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അങ്ങനെ ആണെങ്കിൽ അല്ലെ, എക്സ്പോഷറിന് വേണ്ടിയാണ് ടി വിക്ക് കയറിയിട്ട് എക്സ്പോഷറിന് വേണ്ടിയാണെങ്കിൽ പുള്ളി ഇനിയും വണ്ടികൾ പണിത് കൊടുക്കണ്ടേ? പുള്ളി അത് വണ്ടി പണിയുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. ഇനിയൊരു വണ്ടി പണിയുന്നുണ്ടെങ്കിൽ അത് ടി വിക്ക് വേണ്ടിയായിരിക്കും. പുള്ളിയുടെ പ്രൊഫഷനും പുള്ളിയുടെ ഇതും മറ്റേ 5M വണ്ടി പണിയെന്നല്ല പുള്ളിയുടെ ജോലി. ഈസ് എ പ്രൊഫഷണൽ കാർ ഡിസൈനർ. സോ ഇതാണ് ഇത്രയും ദിവസം നിങ്ങളുടെ അടുത്ത് ഞങ്ങളൊരു ഡിലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻ ബിറ്റ്വീൻ ദ ഫേസിൽ കുറെ അടിയും വഴക്കും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. അപ്പോൾ അവർക്കും അത് കുറെ ചലഞ്ചിങ് ആയിരുന്നു. ആൻഡ് നിങ്ങൾ ഈ വണ്ടി റെഡി ആയതിനു ശേഷം ഈ വീഡിയോ ഇത്രയും ഡിലേ ആയതിൻ്റെ റീസൺ എനിക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നില്ല. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഡിലേ ആയതെന്ന്. അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയില്ല.